ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു വെള്ളക്കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു കുക്കർ എടുത്ത് വെച്ച് അതിലോട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള കടല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിത് 2 കപ്പോളം കടല കുതിർത്തെടുത്താണ് കേട്ടോ. ഇത് തലേ ദിവസം രാത്രിയിൽ കുതിർത്തെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു കുടം വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. വെളുത്തുള്ളി കുറച്ച് അധികം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കടലയൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണ്. ഇനി ഒരു വലിയൊരു സവാള ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ടായിട്ട് എരിവിനായിട്ട് ഒരു 5 പച്ചമുളകിനെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ തക്കാളി മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. തക്കാളിയുടെ അളവ് കൂടാനായിട്ട് പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കടലക്കറി അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലോട്ടായിട്ട് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലി നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി വേണം കേട്ടോ. നമ്മൾ കടലക്കറിയിലോട്ടായിട്ട് ഉപയോഗിക്കാൻ പച്ചമല്ലി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പോളം വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കടലയിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ കടല ഇങ്ങനെ നകന്ന് നിൽക്കുന്ന ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. എന്നാലേ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് മിക്സാക്കി എടുക്കുക. ഈ മസാലയും ഉപ്പും എല്ലാം ഒന്ന് കമ്പൈനായി കിട്ടുന്ന രീതിയിൽ ഇതിനൊന്ന് മിക്സ് ആക്കി എടുത്ത് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതിനെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 3 വിസിലെല്ലാം വന്നു കഴിഞ്ഞ് ഞാനിതിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. ഓരോരുത്തർ ഉപയോഗിക്കുന്ന കടലക്കനുസരിച്ച് വേവ് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വന്നേക്കാം. ഞാനിവിടെ ഒന്ന് നെക്കി നോക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാനൊന്ന് നെക്കി നോക്കി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല ഒന്ന് മാറ്റി വെക്കണം. ഒരു 2 തവിയോളം ഞാനിവിടെ ഇതിൽ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കോരി എടുത്ത കടല മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എന്നാൽ ഇത് നല്ലൊരു കട്ടിയുള്ള കറിയായിട്ട് നമുക്ക് വെള്ളക്കടല ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ വെള്ളക്കടല കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ കടലക്കറിക്ക് കുറച്ചൊരു കട്ടി കുറവാകും. ഈ ഒരു രീതിയിൽ ചേർത്താൽ നല്ലൊരു കട്ടിയുള്ള കറിയാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കഴിഞ്ഞാലേ നമുക്കിത് നല്ല കട്ടിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കണേ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തിള വരണം. ഇനി ഞാനൊരു ചീനച്ചട്ടി ഇതേ അടുപ്പിലോട്ട് വെച്ച് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം ഉപയോഗിക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടലക്കറിയിലോട്ട് കുറച്ചധികം കടുക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കടുകിൻ്റെ ഒക്കെ ആ ഫ്ലേവർ വരുമ്പോൾ ഇപ്പോൾ കടുകെല്ലാം നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു
പിഞ്ച് നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4 വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും ചേർത്താൽ നമ്മുടെ ഈ കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇത് സെർവ് ചെയ്യുന്ന സമയം നല്ലൊരു ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഈ സമയം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ ഉണ്ടല്ലോ ഈ വെളിച്ചെണ്ണയിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരണം. അതിനായിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം നമ്മളിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. അല്ലാത്ത പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് 2 തണ്ട് കറിവേപ്പില കൂടി ഈ എണ്ണയിലോട്ട് ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടലക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള നല്ലൊരു കറിയാണ്. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒരു 10 മിനിറ്റോളം വീണ്ടും അടച്ചു വെക്കണം. എന്നാൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും എല്ലാ ആ ഫ്ലേവർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇറങ്ങി വരാനായിട്ട് ഇതിനെ 10 മിനിറ്റ് അടച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ ഇതിനെ സെർവ് ചെയ്യുന്ന സമയമാണ് ഓപ്പൺ ആക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.